അമേരിക്കയിലെ ഇത്തവണത്തെ ക്രിസ്മസ്, ഹനുക്ക, ന്യൂ ഇയർ അവധിക്കാലം ചരിത്രത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ABC ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ഡിസംബർ 20 മുതൽ ജനുവരി 1 വരെയുള്ള ദിവസങ്ങളിൽ 122 മില്യണിലധികം ആളുകൾ യാത്രകൾ നടത്തിയേക്കാം. ഇത് മുൻ വർഷത്തെ ഇതേ കാലയളവിലുള്ള യാത്രക്കാരുടെ എണ്ണമായ 119.7 മില്യണിനേക്കാൾ 2.2% കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ വിമാനയാത്ര ചെയ്യുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അഥവാ TSA രംഗത്ത് എത്തിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ വിമാനയാത്ര ചെയ്യുന്നവർക്ക് കൊണ്ടുപോകാൻ അനുവാദമുള്ളതും ഇല്ലാത്തതുമായ സമ്മാനങ്ങളടക്കമുള്ള വസ്തുക്കളെക്കുറിച്ച് മാർഗനിർദ്ദേശത്തിൽ TSA അധികൃതർ വ്യക്തമാക്കുന്നു. സുരക്ഷാ പരിശോധനകൾ എളുപ്പമാക്കാൻ ചില പ്രത്യേക സമ്മാനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള നിയമങ്ങൾ TSA വിശദീകരിക്കുന്നുണ്ട്. 3.4 ഔൺസ് അല്ലെങ്കിൽ 100 ml അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ അളവിലുള്ള പെർഫ്യൂം ബോട്ടിലുകൾ സാധാരണ ക്വാഡ് സൈസ് ലിക്വിഡ് ബാഗിൽ കൊള്ളുമെങ്കിൽ കൊണ്ടുപോകാം. സ്നോ ഗ്ലോബുകൾ കൊണ്ടുപോകാൻ അനുവാദമുണ്ടെങ്കിലും അവയുടെ വലുപ്പത്തിന് പരിധിയുണ്ട്. ടെന്നീസ് ബോളിന്റെ വലിപ്പമുള്ളതും അടിഭാഗത്ത് ഉറപ്പിച്ചതും 3.4 ഔൺസിൽ കുറവ് ദ്രാവകം അടങ്ങിയതുമായ സ്നോ ഗ്ലോബുകൾക്ക് അനുമതിയുണ്ട്. വലിയ സ്നോ ഗ്ലോബുകൾക്ക് പ്രത്യേക പരിശോധന വേണ്ടിവരും. മോതിരങ്ങൾ, നെക്ലേസുകൾ തുടങ്ങിയ ചെറിയ ആഭരണങ്ങൾ സമ്മാനപ്പെട്ടികളിൽ വെച്ചാലും ക്യാരി ഓൺ ബാഗുകളിൽ കൊണ്ടുപോകാം. എന്നാൽ വലിയ ആഭരണങ്ങളോ ബെൽറ്റ് ബക്കിളുകളോ ധരിക്കുന്നത് അധിക പരിശോധനയ്ക്ക് കാരണമായേക്കാം. ഖരരൂപത്തിലുള്ള സുഗന്ധമുള്ള മെഴുകുതിരികൾ കൊണ്ടുപോകാം. എന്നാൽ ജെൽ മെഴുകുതിരികൾ ചെക്ക്-ഇൻ ബാഗുകളിൽ വെക്കണം. സ്നോബോർഡുകൾ, സ്നോ ഷൂസ്, ഐസ് സ്കേറ്റുകൾ എന്നിവ സുരക്ഷാ പരിശോധന കടന്നുപോകും. എന്നാൽ വിമാനത്തിലെ ഓവർഹെഡ് ബിൻ സ്പേസ് എയർലൈൻ അനുസരിച്ച് വ്യത്യാസപ്പെടാം. സ്കീകളും സ്കീ പോളുകളും ചെക്ക്-ഇൻ ചെയ്യണം. മൊബൈൽ ഫോണിനേക്കാൾ വലിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രത്യേകം ഒരു ബിന്നിൽ വെക്കണം. ഡ്രോണുകൾക്കും ഇതേ നിയമം ബാധകമാണ്. സാധാരണ ഡ്രൈ ബാറ്ററികളായ AA, AAA, 9 വോൾട്ട് CD എന്നിവ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാം. 100 വാട്ട് അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ലിഥിയം ബാറ്ററികൾ ഉപകരണങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാം. എന്നാൽ തീപിടുത്ത സാധ്യത കാരണം ലൂസ് ലിഥിയം ബാറ്ററികൾ ചെക്ക്-ഇൻ ബാഗുകളിൽ കൊണ്ടുപോകാൻ അനുവാദമില്ല. കേക്കുകൾ, കുക്കീസ്, പൈസ്, ഫ്രൂട്ട് കേക്കുകൾ തുടങ്ങിയ ബേക്ക് ചെയ്ത വസ്തുക്കൾ സുരക്ഷാ പരിശോധന കടന്നുപോകും. എന്നാൽ ജാം, മാപ്പിൾ സിറപ്പ്, ഷാംപെയിൻ, എഗ്നോഗ് തുടങ്ങിയ ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവാദമില്ല. ഇവ ചെക്ക്-ഇൻ ബാഗുകളിൽ വെക്കണം. സമ്മാനപ്പൊതികൾ സുരക്ഷാ ഭീഷണിയിൽ നിന്ന് ഉറപ്പുവരുത്താൻ തുറന്നു പരിശോധിക്കേണ്ടി വന്നേക്കാം. അതിനാൽ സമ്മാനങ്ങൾ പൊതിയുന്നതിന് പകരം ഫെസ്റ്റിവൽ ബോ വെക്കുകയും ബാഗുകളിലോ ബോക്സുകളിലോ കൊണ്ടുപോകുകയോ ചെയ്യാൻ TSA നിർദ്ദേശിക്കുന്നു. ഈ അവധിക്കാലത്ത് 8.03 മില്യൺ ആളുകൾ അമേരിക്കയ്ക്കുള്ളിൽ വിമാനയാത്ര നടത്തുമെന്നാണ് കരുതുന്നത്. ഇത് മുൻ വർഷത്തേക്കാൾ 2.3% കൂടുതലാണ്. ഫ്ലോറിഡ, തെക്കൻ കാലിഫോർണിയ, ഹവായി എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ ബുക്കിംഗുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇത്തവണത്തെ വിന്റർ സീസൺ വളരെ തിരക്കേറിയതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുണൈറ്റഡ് എയർലൈൻസ് അറിയിച്ചു. ക്രിസ്മസിന് ശേഷമുള്ള ശനിയാഴ്ചയായ ഡിസംബർ 27-നായിരിക്കും ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന ദിവസമെന്നും യുണൈറ്റഡ് എയർലൈൻസ് കരുതുന്നു. ഡിസംബർ 18 മുതൽ ജനുവരി 5 വരെയുള്ള അവധി ദിവസങ്ങളിൽ ഓരോ മിനിറ്റിലും 4 വിമാനങ്ങൾ പുറപ്പെടുന്ന രീതിയിൽ ക്രമീകരണം നടത്താൻ അമേരിക്കൻ എയർലൈൻസ് പദ്ധതിയിടുന്നുണ്ട്. ഡിസംബർ 19 വെള്ളിയാഴ്ചയും ജനുവരി 4 ഞായറാഴ്ചയുമായിരിക്കും തങ്ങളുടെ ഏറ്റവും തിരക്കേറിയ ദിവസമെന്ന് അമേരിക്കൻ എയർലൈൻസ് അറിയിച്ചു.